വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ ബയോഫിസിക്സിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് ആയിട്ടുള്ള റേഡിയേഷൻ ഡോസിമെട്രി, റേഡിയേഷൻ ഐസോടോപ്സ്, ഓട്ടോ റേഡിയോഗ്രഫി, ഇതുപോലുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് പക്ഷെ സിമ്പിൾ ആയിട്ട് എടുത്തു പോകുന്നുണ്ട്. നമുക്ക് ആദ്യം റേഡിയേഷൻ ഡോസിമെട്രി എന്താണെന്ന് നോക്കാം. അതിന്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും ആണ് മെയിൻ ആയിട്ട് ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എന്താണ് റേഡിയേഷൻ ഡോസിമെട്രി? അതിന്റെ പ്രിൻസിപ്പിളിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ഒരു റേഡിയേഷൻ ഡോസിമെട്രി എന്തിനു വേണ്ടിയിട്ട്, വൈ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ഒന്നാമത്തത് നേഴ്സുമാരുണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ എക്സ്റേ ടെക്നീഷ്യന്മാർ, ന്യൂക്ലിയർ വർക്കേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത്തരം ആൾക്കാർ എപ്പോഴും റേഡിയേഷനുമായിട്ട് എക്സ്പോഷർ ഉള്ള ആൾക്കാരാണ്. അപ്പൊ ആ ഒരു ജോബിന്റെ ഭാഗമായിട്ട് അവരുടെ ബോഡിയിൽ ഓരോ മാസം അല്ലെങ്കിൽ ഇന്ന ഇയർ ടു മച്ച് ആയിട്ടുള്ള റേഡിയേഷൻ വന്നിട്ടില്ല, അവരുടെ ഹെൽത്ത് ഓക്കെ ആണ് എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റേഡിയേഷൻ ഡോസിമെട്രി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വർക്ക് പ്ലേസ് സേഫ് ആണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നുള്ളത് ഒന്ന് മെഡിക്കൽ സെറ്റപ്പിൽ ക്വാളിറ്റി കൺട്രോൾ ആണ്. അതായത് ഓങ്കോളജിസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നതിന് റേഡിയേഷൻ തെറാപ്പി ഉണ്ടല്ലോ, ആ ഒരു റേഡിയേഷൻ തെറാപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ട്യൂമർ കില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റേഡിയേഷൻസ് ട്യൂമർ കില്ല് ചെയ്യാൻ മാത്രമുള്ള ക്വാണ്ടിറ്റി ഉണ്ടോ, എഫിഷ്യന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും ഡോസിമെട്രി ആവശ്യമാണ്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ആ രണ്ട് കാര്യങ്ങൾ ഡോസിമെട്രി പഠിക്കുന്നതേ മുന്നേ മനസ്സിലാക്കി വെക്കുക. ഇനി എങ്ങനെയാണ് ആ ഒരു റേഡിയേഷൻ, ആ ഒരു മെഷർമെന്റ് ഉണ്ടാക്കുന്നതെന്നാണ് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ നോക്കിയേ. റേഡിയേഷൻ ഡോസിമെട്രി എന്ന് പറയുന്നത് മെയിൻലി എന്ത് ബേസ് ചെയ്തിട്ടാണ്? അതായത് ഒരു മാറ്റർ എനർജി അബ്സോർബ് ചെയ്യുന്നതിന്റെ മെഷർമെന്റ് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതായത് ഒരു അയണൈസിങ് റേഡിയേഷൻ, നമ്മൾ ഒരു അയണൈസിങ് റേഡിയേഷനിൽ നിന്ന് ഒരു മാറ്റർ എത്ര എനർജി അബ്സോർബ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് റേഡിയേഷൻ ഡോസിമെട്രി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു റേഡിയേഷൻ ഡോസിമെട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സബ്സ്റ്റൻസ് ആണോ എടുക്കുന്നത് ആ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ അയോണൈസേഷൻ അല്ലെങ്കിൽ റേഡിയേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, ഓക്കെ, റേഡിയേഷൻ ഇന്ററാക്ട് വിത്ത് മാറ്റർ, റേഡിയേഷൻ ഒരു മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത് എന്തിനൊക്കെ കാരണമാകാം? അയോണൈസേഷനും, ആ ഒരു മാറ്ററിന്റെ അയോണൈസേഷനും കാരണമാകാം, എക്സൈറ്റേഷനും കാരണമാകാം. ഈ രണ്ടെണ്ണത്തില് അയോണൈസേഷൻ ചെയ്ത ആ ഒരു എമൗണ്ട് ആണ് നമ്മൾ ഡോസിമെട്രിയിൽ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. ദ എമൗണ്ട് ഓഫ് അയോണൈസേഷൻ പ്രൊഡ്യൂസ്ഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ അബ്സോർബ്ഡ് ഡോസ്. നമ്മൾ ട്യൂമർ ആണെങ്കിൽ ആ ട്യൂമർ പോകാൻ വേണ്ടിയിട്ട് എത്ര അയോണൈസേഷൻ എമൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഡോസ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു മെത്തേഡ് ബേസ് ചെയ്തിട്ടാണ് പല ഡയഗ്നോസിസ് ഒക്കെ നടക്കുന്നത്. Then next, ഇതിന്റെ ബയോളജിക്കൽ ഇഫക്റ്റ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഒന്നാമത് നമ്മൾ ഏത് ഡിസീസ് ആണ്, ഏതിന് ക്യാൻസർ ആണെങ്കിൽ ആ ക്യാൻസർ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് റേഡിയേഷൻ ഏതായിരിക്കണം, എത്രത്തോളം എനർജി അവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡ്യൂറേഷൻ എത്ര ടൈം ആ ഒരു റേഡിയേഷൻ എക്സ്പോഷർ നമ്മൾ കൊടുക്കണം, ഓക്കെ, അല്ലെങ്കിൽ എത്ര വരെയാണ് നമ്മുടെ ബോഡി ഹെൽത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ള റേഡിയേഷൻ എന്നൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് യൂണിറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡേർഡ് യൂണിറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഗ്രേ, GY എന്നാണ് മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് സിവേർട്ട് ആണ്. അപ്പൊ ഗ്രേ എന്ന് പറയുന്നത് നമ്മൾ എത്ര എമൗണ്ട്, ആ ഒരു എമൗണ്ട് ആണ്, എത്ര എമൗണ്ട് ഡോസ് ആണ് ആ ഒരു മേറ്റർ അബ്സോർബ് ചെയ്തത് എന്നുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷർമെന്റ് ആണ് ഗ്രേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ സിവേർട്ട് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഇഫക്റ്റ് ആണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ നമ്മൾ കൊടുത്ത റേഡിയേഷൻ ഒപ്റ്റിമൽ റേഞ്ചിൽ താഴെയാണ് അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ട്യൂമർ കില്ല് ചെയ്യാൻ മാത്രമുള്ള എബിലിറ്റി ഉള്ള ഡോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നതിനെയാണ് സിവേർട്ട് എന്നും അല്ലെങ്കിൽ SV എന്നും പറയുന്നത്. ഓക്കെ, നമ്മളൊരു മെഡിക്കൽ ഫീൽഡ് പറയുമ്പോൾ ഒരു പ്രിൻസിപ്പിളിന് നമ്മളൊരു സ്പെസിഫിക് നെയിം കൊടുക്കും, എലാറ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം ആസ് ലോ ആസ് റീസണബിളി അച്ചീവബിൾ. ഓക്കെ, ആസ് ലോ ആസ് റീസണബിളി അച്ചീവബിൾ. അതിന്റെ അർത്ഥം മെയിൻ ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ്. അതായത് പേഷ്യന്റിനും അല്ലെങ്കിൽ വർക്കേഴ്സിനും റേഡിയേഷന്റെ എക്സ്പോഷർ മിനിമൈസ് ചെയ്യുക. ഓക്കെ, ഹെൽത്ത് ഇമ്പാക്ട് ഉണ്ടാകാത്ത രീതിയിൽ വേണം നമ്മൾ റേഡിയേഷനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അലാറ മെത്തേഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാം? ഒന്ന്, ആ ഒരു റേഡിയേഷന്റെ ടൈം എക്സ്പോഷർ ടൈം റെഡ്യൂസ് ചെയ്യാം. രണ്ടാമത്തേത് ഡിസ്റ്റൻസ് ആണ്. അതായത് ആ ഒരു റേഡിയേഷന്റെ സോഴ്സും ആളും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറക്കുക.
ഡിസ്റ്റൻസ് കൂട്ടുക, ഇൻക്രീസ് ചെയ്യുക. പിന്നെയുള്ളത് എന്തെങ്കിലും പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ്, ലെഡ് അല്ലെങ്കിൽ കോൺക്രീറ്റ് പോലെയുള്ള പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് യൂസ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എന്താ ഒരു അലാറ പ്രിൻസിപ്പിളുമായിട്ട് അല്ലെങ്കിൽ അലാറ പ്രിൻസിപ്പിൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ പ്രൊസീജിയറും കൂടി ഒന്ന് പറയാം. പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ മെയിൻലി 3 ടൈപ്സ് ആണുള്ളത്. ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ മെത്തേഡ് ആണ്. അതിൽ ഫിസിക്കൽ മെത്തേഡ് തന്നെ 4 മെത്തേഡ്സ് അല്ലെങ്കിൽ 4 ടൈപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും എന്താ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് അയണൈസേഷൻ ചാമ്പർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അയണൈസേഷൻ ചാമ്പർ? അതിന്റെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കുറച്ച് എന്താ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ഗ്യാസ്, ഒരു ഗ്യാസിനെ അയണൈസ് ചെയ്യാണ്. ഒരു ഗ്യാസ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ചേമ്പർ ഉണ്ടായിരിക്കും. ആ ഗ്യാസ് ഫിൽഡ് ആയിട്ടുള്ള ചേമ്പറിലോട്ട് റേഡിയേഷൻ കൊടുക്കുമ്പോൾ ആ ഗ്യാസ് എന്ത് ചെയ്യാണ്? അയണൈസ് ചെയ്യാണ്. ഓക്കെ, ഗ്യാസ് അയണൈസ് ചെയ്യാണ്. അങ്ങനെ ഗ്യാസ് അയണൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. അയണൈസ് ചെയ്താൽ ആ ഒരു അയണൈസേഷൻ കറന്റ് ഉണ്ടായിരിക്കുമല്ലോ, ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു ഇലക്ട്രിക് കറന്റിനെ മെഷർ ചെയ്യും. എന്നിട്ട് ആ ഒരു ഇലക്ട്രിക് കറന്റിന്റെ മെഷർമെന്റ് ബേസ് ചെയ്തിട്ടാണ് ഡോസിന്റെ അക്യുറേറ്റ് ആയിട്ടുള്ള ഡോസ് ആണോ അല്ലയോ എന്നൊക്കെ മെഷർമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അയണൈസേഷൻ ചാമ്പർ എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഗെയ്ഗർ മുള്ളർ കൗണ്ടർ. രണ്ടാമത്തെ ഒരു ടൈപ്പ് മെത്തേഡ് ആണ് ഗെയ്ഗർ മുള്ളർ കൗണ്ടർ എന്ന് പറയുന്നത്. അത് അത്രയും കുറച്ചും കൂടി റോബസ്റ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഇവിടെയും ഒരു ഗ്യാസ് ഫിൽഡ് ആയിട്ടുള്ള റേഡിയേഷൻ ഡിറ്റക്ടർ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് അയണൈസിങ് റേഡിയേഷനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയും സെയിം മെത്തേഡ് ആണ്. ഡിറ്റക്ട്സ് റേഡിയേഷൻ ബൈ അയണൈസേഷൻ. എത്ര എമൗണ്ട് ഗ്യാസ് അയണൈസ് ചെയ്തു, എത്ര ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ട്. പക്ഷെ ഇത് അയണൈസേഷൻ ചേമ്പറിനേക്കാളും കുറച്ചും കൂടി എന്താ ഇഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഇഫക്റ്റീവ് അല്ല, സെൻസിറ്റീവ് ആണ് എന്ന് പറയാം. ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോൺ അവാൽഷെ എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രോൺ ആണ് ഈ ഒരു പോർഷനിൽ. ഇലക്ട്രോൺ അവാൽഷെ എന്ന് പറയുന്ന ടേം എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രോസസ്സിൽ നമ്മൾ ആദ്യം ഒരു ഗ്യാസ് ഫിൽഡ് ചേമ്പറിനെ അയണൈസ് ചെയ്തു. അയണൈസ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രിക് പൾസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനുശേഷം നമ്മൾ പിന്നെയും ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു സെൻട്രൽ വയർ ആനോഡ് യൂസ് ചെയ്തിട്ട്, ആനോഡും കാത്തോഡും യൂസ് ചെയ്തിട്ട് ഹൈ വോൾട്ടേജ് ഉള്ള ഇലക്ട്രിസിറ്റി നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി ഇലക്ട്രിക് പൾസസ് ഉണ്ടാകുമ്പോൾ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ആ ഒരു ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ആനോഡിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, ആനോഡിലോട്ട് മൂവ് ചെയ്തിട്ട് അവ അയോണൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഗ്യാസസ് വീണ്ടും മോർ ഗ്യാസസ് അയണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് ഇലക്ട്രോൺ അവാൽഷെ എന്ന് പറയുന്നത്. കാരണം ആ ഒരു ഇലക്ട്രോൺ അവാൽഷെ എന്ത് ചെയ്യും? പൾസ് ഡിറ്റക്ടർ ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഡിറ്റക്ട് ചെയ്യും. അതുകൊണ്ട് അവ ഹൈലി സെൻസിറ്റീവ് ആണ്. അതായത് അത്രയും സ്പെസിഫിക്, ഈവൻ സിംഗിൾ അയണൈസിങ് പാർട്ടിക്കിളിനെ വരെ ഡിറ്റക്ട് ചെയ്യാം. ഒരു മാസമായിട്ട് മാത്രമേ അയണൈസേഷൻ ചാമ്പറിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് ആണ് തെർമോലുമിനസെന്റ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു തെർമോലുമിനസെന്റ് ഡോസിമീറ്റർ എന്ന് പറയുന്നത് ഒരു എനർജി റേഡിയേഷൻസ് അല്ലെങ്കിൽ റേഡിയേഷൻ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്ന, അങ്ങനെയുള്ള ടേംസ് ഒക്കെ നോട്ട് വെക്കുക. സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡ് ആണ്. അതായത് ഇതിൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചു, നമ്മൾ എന്ത് ചെയ്യാണ്? റേഡിയേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റേഡിയേഷൻ അപ്ലൈ ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും? റേഡിയേഷൻ എനർജി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കൂടാതെ ഹീറ്റും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹീറ്റും കൂടി കൊടുക്കുന്നുണ്ട്. ആ ഒരു എനർജി സ്റ്റോറേജ് ട്രാപ്പ് ചെയ്ത എനർജിയിലോട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിലോട്ട് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണ്. അപ്പൊ ഹീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഒരു ഹീറ്റിംഗ് ചാമ്പർ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഹീറ്റ് കൊടുക്കുമ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യും? ലൈറ്റ് എമിറ്റ് ചെയ്യും. ആ ഒരു ലൈറ്റിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ലൂമിനസെൻസ് എന്താ മെഷർ ചെയ്തിട്ടാണ് ആ ഒരു റേഡിയേഷന്റെ ഡോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നാലാമത്തതാണ് സെമി കണ്ടക്ടർ ഡോസിമീറ്റർ എന്ന് പറയുന്നത്. റേഡിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയേഷൻ ക്രിയേറ്റ്സ് ചാർജ് കാരിയേഴ്സ് ഇൻ സിലിക്കോൺ. ഒരു സിലിക്കോൺ എന്ന് പറയുന്ന ഇതില് ചാർജ് ക്യാരി ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സെമി കണ്ടക്ടർ അല്ലെങ്കിൽ സിലിക്കോണിന്റെ അകത്ത് എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ സിഗ്നൽസ് മെഷർ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ സിഗ്നൽസ് മെഷർ ചെയ്തിട്ട് പ്രിസൈസ് ആയിട്ടുള്ള റീഡിങ് കിട്ടുന്നതാണ് സെമി കണ്ടക്ടേഴ്സ്. ആദ്യത്തെ 3 എണ്ണമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് കെമിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ കെമിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ കെമിക്കൽ ചേഞ്ചസ് ആണ്.
റേഡിയേഷൻ കൊണ്ടുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫ്രിക്കെ ഡോസിമീറ്റർ ആണ്. അതായത് ഒരു ഹൈ പ്രിസിഷൻ ആയിട്ടുള്ള റേഡിയേഷൻ കെമിക്കൽ റേഡിയേഷൻ മെത്തേഡ് ആണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് എന്താ പ്രോസസ്സ് നടക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം അയണൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് അയണൈസേഷൻ നടക്കുമ്പോൾ ആ ഒരു മാറ്റർ അയണൈസേഷൻ നടക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു അയണൈസേഷൻ നടന്നതിന് ശേഷം അയണൈസിങ് റേഡിയേഷൻസ് ഉണ്ടായില്ലേ, റേഡിയേഷൻ അയണൈസ് ചെയ്തു. ആ അയണൈസിങ് റേഡിയേഷൻസ് വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു സെല്ലുമായിട്ടാണെങ്കിൽ സെല്ലിന്റെ ഉള്ളിലുള്ള സൈറ്റോപ്ലാസം അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടല്ലോ, ആ ഒരു വാട്ടർ കണ്ടന്റുമായിട്ട് അയണൈസിങ് ആയിട്ടുള്ള റേഡിയേഷൻ റിയാക്ട് ചെയ്യാണ്. റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഫ്രീ റാഡിക്കിൾ ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെ ഫ്രീ റാഡിക്കിൾ ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഫ്രീ റാഡിക്കൽസ് എന്ത് ചെയ്യും, അവിടെയുള്ള ഫെറസ് അയോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആ ഫെറസ് അയോണിനെ ഫെറിക് അയോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഫെറിക് അയോണിന്റെ എമൗണ്ട് എന്ത് ചെയ്യും, ഡയറക്ട്ലി ആ ഒരു അബ്സോർബ് ചെയ്ത ഡോസുമായിട്ട് ഡയറക്ട്ലി എന്താ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആക്ച്വലി കിട്ടുന്ന വാല്യൂ ഏകദേശം 400 GY ഒക്കെ ആയിരിക്കും കേട്ടോ, കിട്ടുന്ന ആ ഒരു ഡോസിമെട്രിയുടെ ആ ഒരു കോൺസെൻട്രേഷൻ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ബയോളജിക്കൽ മെത്തേഡ്. ബയോളജിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഒരു പേഴ്സന്റെ റേഡിയേഷൻ ഡോസ്, അതായത് ബയോളജിക്കൽ ഡാമേജ് എത്ര ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു റേഡിയേഷന്റെ ഇഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് എക്സാമ്പിൾസിന്റെ പേര് നിങ്ങൾ പഠിച്ചു വെക്കുക. ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് മെഷർമെന്റ്, മൈക്രോ ന്യൂക്ലിയസ് അസേ, YH2AX ഫോസൈ അസേ, EPR ഹെമറ്റോളജി. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് എന്താ ഈ ഒരു ഡോസിമെട്രിയുടെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത്. കുറച്ചു എന്താ ബോറായിട്ടുള്ള ടോപ്പിക്സ് ആണ്, എന്നാലും ആ ഒരു കാര്യം അങ്ങോട്ട് അറിഞ്ഞു വെക്കാന്നേ ഉള്ളൂ. നെക്സ്റ്റ് അവയുടെ യൂസസ്. ഒന്നാമത്തത് മെഡിക്കൽ ഫീൽഡിൽ, അതായത് റേഡിയോ തെറാപ്പിയിലൊക്കെ എത്ര ഡോസ് കൊടുക്കണം എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളത് പേഷ്യൻസ് സേഫ്റ്റി, ഡയഗ്നോസ്റ്റിക് ഇമേജിംഗിൽ പേഷ്യന്റിന്റെ സേഫ്റ്റി കൊടുക്കാം. രണ്ടാമത്തത് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആണ്, അതായത് ആ ഒരു ഒക്യുപ്പേഷൻ റേഡിയേഷൻ എക്സ്പോഷർ ഉള്ള ആ ഒരു ഒക്യുപ്പേഷൻ ഏരിയാസിൽ എന്താ പേഴ്സണൽ ആയിട്ടുള്ള ഡോസിമീറ്റേഴ്സ് ഉണ്ടായിരിക്കും. അത് പേഴ്സണൽ ആയിട്ട് അവരുടെ ഒരു മനുഷ്യന്റെ ബോഡിയിൽ റേഡിയേഷൻ കൂടുതലാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ, സ്റ്റെറിലൈസേഷനും ക്വാളിറ്റി കൺട്രോളിനും ഒക്കെയും. റിസർച്ച് ആൻഡ് എൻവയൺമെന്റൽ മോണിറ്ററിംഗിൽ സ്റ്റഡി ഓഫ് റേഡിയേഷൻ ഇഫക്റ്റിനും ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ മെഷർമെന്റിനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തതാണ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പിന്റെ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഐസോടോപ്പ് എന്താണെന്ന് അറിയണം അല്ലേ. ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ എന്താ, സെയിം എലമെന്റ് അവരുടെ പ്രോട്ടോണിന്റെ എണ്ണം സെയിം ആയിരിക്കും, പക്ഷെ ന്യൂട്രോണ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ഐസോടോപ്പ് എന്ന് വെച്ചാൽ. പക്ഷെ റേഡിയോ ഐസോടോപ്പ് എന്ന് വെച്ചാൽ അവ അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഐസോടോപ്പുകൾ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ കോമ്പിനേഷൻ ഓഫ് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ള ഐസോടോപ്പുകളെയാണ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ റേഡിയോ ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്യാരക്ടർ നോക്കിയേ, ഇൻസ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും അല്ലേ, അവ ഇംബാലൻസ് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇംബാലൻസ് ഓഫ് പ്രോട്ടോണും ന്യൂട്രോണും ആണ് ഒന്നാമത്തത്. രണ്ടാമത്തത് സ്പോണ്ടാനിയസ് ഡിസിൻറ്റഗ്രേഷൻ, അതായത് എപ്പോഴൊക്കെയാണോ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഫോം ചെയ്യുന്നത് അവ അൺസ്റ്റേബിൾ ആണ്. അപ്പൊ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആ ഒരു ഐസോടോപ്പ് സ്പോണ്ടാനിയസ്ലി അവ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡീകേ ചെയ്യും, പെട്ടെന്ന് തന്നെ ഡീകേ ചെയ്യും, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാതെ ഡീകേ ചെയ്തിട്ട് നോർമൽ ആ ഒരു സ്റ്റേബിൾ ഫോമിലോട്ട് വരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. ഓക്കെ, പ്രോസസ് റാൻഡം ആൻഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആയിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാം. എമിഷൻ ഓഫ് റേഡിയേഷൻ, അതായത് ഈ ഒരു റേഡിയേഷൻ ഡീകേ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതാണ് ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ആറ്റം, ഇതിൽ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം, പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം ബാലൻസ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറെ പാർട്ടിക്കിൾസിനെയും റേഡിയേഷനും ഒക്കെ പുറത്തോട്ട് അങ്ങ് എമിറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ പുറത്തോട്ട് അങ്ങ് എമിറ്റ് ചെയ്തിട്ട് അവ സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് പോകും. അതാണ് ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ഡീകേ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഡ്യൂറിങ് ഡീക്കേയുടെ സമയത്ത് അവ എന്തൊക്കെ എമിറ്റ് ചെയ്യുന്നുണ്ട്, ആൽഫ പാർട്ടിക്കിള്, ബീറ്റ പാർട്ടിക്കിള്, ഗാമ റേസ് പോലെയുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്നുണ്ട്, എനർജിയും എമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അവർ എന്ത് ചെയ്യാം, ഈ ഒരു റേഡിയോ ആക്റ്റീവ് ഡീക്കേ നടക്കുന്ന സമയത്ത് പുതിയ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഐസോടോപ്പ്, ഇത് അവരുടെ പാരന്റൽ ആയിട്ടുള്ള ഈ ഒരു ഫോമിൽ നിന്ന് ഡോട്ടർ ന്യൂക്ലിയസ് അല്ലെങ്കിൽ പുതിയൊരു ഐസോടോപ്പിലോട്ട്, സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോടോപ്പിലോട്ട് വരാം.
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിക്സഡ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അതായത് ഓരോ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഹാഫ് ലൈഫ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു ഹാഫ് ലൈഫ് ആണ് മെയിൻ ആയിട്ട് മെഷർ ചെയ്യുന്നത്. ഹാഫ് ടൈം എന്ന് പറയുന്നത് ടൈം റിക്വയർഡ് ഫോർ ഹാഫ് ഓഫ് ദ ആറ്റം ടു ഡീകേ. അതായത് ആറ്റത്തിന്റെ പകുതിയും ഡീകേ ചെയ്യാൻ ഡിസിന്റഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ആണ് ഹാഫ് ലൈഫ് ടൈം അല്ലെ, ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഷോർട്ട് ലൈഫ് ഉള്ള ആൾക്കാരില്ലേ, അത്തരം ഐസോട്ടോപ്പുകൾ, അതായത് പെട്ടെന്ന് ഡീകേ ചെയ്ത് പോകുന്ന, പെട്ടെന്ന് പ്രോസസ്സ് കഴിയുന്ന ആൾക്കാരെയാണ് ഡയഗ്നോസ്റ്റിക് ടെക്നിക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ലോങ് ലൈഫ് ഉള്ള ആൾക്കാരെ മെയിൻ ആയിട്ട് തെറാപ്യൂട്ടിക്കിന് വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ ഈ ഒരു ഡിസിന്റഗ്രേഷൻ അല്ലെങ്കിൽ ഡീകേ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലോ, സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് വരുന്നത് എക്സ്റ്റേണൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടല്ല. അവയെ ടെമ്പറേച്ചറോ പ്രഷറോ കെമിക്കൽ സ്റ്റേറ്റോ ഒന്നും എഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഫോളോസ് എക്സ്പോണൻഷ്യൽ ഡീക്കേയിലോ, അതായത് ഈ ഒരു ഡീകേ ചെയ്യുന്ന റേറ്റ് എക്സ്പോണൻഷ്യൽ പാറ്റേണിലാണ്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് ആറ്റംസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആറ്റം ഡീകേ ചെയ്യുന്നത് കൊണ്ട് ഓവർ ടൈം ആറ്റത്തിന്റെ നമ്പറും കുറഞ്ഞു വരും. ദെൻ റിലീസ് ഓഫ് എനർജി, അത് കൂടാതെ എനർജി, ലാർജ് എമൗണ്ട് ഓഫ് എനർജിയും ഡീക്കേയുടെ സമയത്ത് റിലീസ് ചെയ്യുന്നുണ്ട്. എനർജി റേഡിയേഷൻ ആയിട്ടോ കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾ ആയിട്ടോ ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. അതാണ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിന്റെ ക്യാരക്ടേഴ്സ്. ദെൻ അവ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് നാച്ചുറൽ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പും രണ്ടാമത്തത് ആർട്ടിഫിഷ്യൽ ആണ്. നാച്ചുറലിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റിൽ നാച്ചുറലി ഉണ്ടാവുന്നതാണ്. ഈ ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച്, ഇത് മാത്രമല്ല ഇത് കൂടുതലുണ്ട് കേട്ടോ. യുറാനിയം 235, തോറിയം 232, റേഡിയം 226, കാർബൺ 14, പൊട്ടാസ്യം 40 ആണ് നാച്ചുറലി ഉണ്ടാകുന്നത്. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ മാൻ മെയ്ഡ് ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെ ഉണ്ടാകുന്ന മാൻ മെയ്ഡ് ആയിട്ടുള്ള ഐസോട്ടോപ്സ് എക്സാമ്പിൾ ആണ്. മെയിൻ ആയിട്ട് കൊബാൾട്ട് 60 ആണ് ക്യാൻസർ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അയോഡൈൻ 131 എന്ന് പറയുന്നത് തൈറോയിഡ് ഡിസോർഡേഴ്സിന് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ടെക്നീഷ്യം 99M എന്ന് പറയുന്നത് മെഡിക്കൽ ഇമാജിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. cesium 137 എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റേഡിയോഗ്രഫിയിലും ദെൻ ഫോസ്ഫറസ് 32 എന്ന് പറയുന്നത് ബയോളജിക്കൽ റിസർച്ചിലുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അവരുടെ ആ ഒരു നേച്ചർ, കുറച്ചും കൂടി ക്യാരക്ടേഴ്സും കൂടി ഉണ്ട്. ഒന്നാമത്തത് അയണൈസിങ് നേച്ചർ ആണ്. അതായത് അവ എമിറ്റ് ചെയ്യില്ലേ, റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അവർ എമിറ്റ് ചെയ്തിട്ടുള്ള റേഡിയേഷന് അയണൈസിങ് എബിലിറ്റി ഉണ്ട്. അയണൈസേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്യാരക്ടർ ആണ് പെനിട്രേറ്റിംഗ് പവർ എന്ന് പറയുന്നത്. അതായത് ഈ ഓരോ ഐസോട്ടോപ്പ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഓരോ റേഡിയേഷനും പെനിട്രേഷൻ ഏറ്റവും കൂടുതൽ ഉള്ളത് ഗാമയ്ക്കും ബീറ്റയ്ക്ക് നടുവിലും ഏറ്റവും കുറവ് ആൽഫയ്ക്കും ആയിരിക്കും. ദെൻ ഈ ഒരു റേഡിയേഷനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ഡോസിമെട്രി യൂസ് ചെയ്തിട്ട് ഗേഗർ മുള്ളർ കൗണ്ടറോ അയണൈസേഷൻ ചാമ്പറോ TLDയോ യൂസ് ചെയ്തിട്ട് ഡിക്റ്റേറ്റ് ചെയ്യാം. അതിനുശേഷം അവയുടെ ആ ഒരു ബയോളജിക്കൽ ഇഫക്റ്റ്, ഇപ്പം മനസ്സിലായില്ല, ആ ഒരു റേഡിയോ ഐസോട്ടോപ്പും ഡോസിമെട്രിയും തമ്മിലുള്ള കണക്ഷൻ ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Okay, the next constant decay rate. Next ഞാൻ പറഞ്ഞു ആ ഒരു decay process നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു decay ഒരു ഐസോട്ടോപ്പിനും കോൺസ്റ്റന്റ് ആയിട്ടുള്ള probability റേറ്റിൽ മാത്രമേ നടക്കുള്ളൂ. അതായത് ഒരു സിംഗിൾ ആറ്റം cannot be predicted for a single atom only. സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു റേറ്റിലായിരിക്കും അവരുടെ decay നടക്കുന്നത്. അവ നാച്ചുറലി ആർട്ടിഫിഷ്യൽ ആയിട്ടും ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഫോളോ ചെയ്യാം. ഒരു റേഡിയോ ആക്റ്റീവ് സീരീസ് നടന്ന് ലാസ്റ്റ് അവൻ എന്താവും, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്പ് ആയിട്ട് മാറുന്നു. ഇത്രയാണ് മെയിൻ ആയിട്ട് റേഡിയോ ആക്റ്റീവ് ഡിക്കേനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു പ്രോസസ്സും കൂടി കഴിഞ്ഞ് തീർക്കാം. ഓട്ടോ റേഡിയോഗ്രഫി ആണ്. ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുമ്പോൾ ഇതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു സിംഗിൾ ക്ലാസ്സിൽ തന്നെ എടുത്തു പോകുന്നത്. ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് റേഡിയോ ആക്റ്റീവ്ലി ലാബിൽ ചെയ്തിട്ടുള്ള ഒരു ബയോളജിക്കൽ സാമ്പിളിനെ കുറിച്ച് മനസ്സിലാക്കാൻ അവയെ റേഡിയോ ആക്റ്റീവ് ലാബിൽ ചെയ്യും. അങ്ങനെ റേഡിയോ ആക്റ്റീവ് ലാബിൽ ചെയ്തിട്ടുള്ള മോളിക്യൂൾസിനെ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഓട്ടോ റേഡിയോഗ്രഫി. ഇപ്പൊ ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് ഇല്ല, വിത്തിൻ ആ ഒരു സാമ്പിളിൽ തന്നെയുള്ള റേഡിയോ ആക്റ്റീവ് ലാബിൾഡ് ആയിട്ടുള്ള പോർഷൻ ആണ് നമ്മൾ
ഉപയോഗിക്കുന്നത്. അപ്പം മെയിൻലി ഈ ഒരു ഓട്ടോ റേഡിയോഗ്രഫിന്റെ ബേസിസ് എന്ന് പറയുന്നത് റേഡിയേഷന്റെ എമിഷൻ ആണ്. യൂഷ്വലി ബീറ്റ പാർട്ടിക്കിൾസ് ആണ്. അതായത് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് കാർബൺ-14, ട്രിഷ്യം H3 ആണ് ട്രിഷ്യം എന്ന് പറയുന്നത്, ഫോസ്ഫറസ് 32 പോലെയുള്ള റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പിൽ നിന്ന് റേഡിയേഷൻ എമിഷൻ നടക്കുന്നു. ഇവ വെച്ച് ലാബിൽ ചെയ്യാണ് ചെയ്യുക. പ്രോസസ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു ഐസോടോപ്പ് എന്ത് ചെയ്യും, ഈ ഒരു ബയോളജിക്കൽ മോളിക്യൂൾസുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു സാമ്പിൾ എന്ത് ചെയ്യും, ഒരു കോണ്ടാക്ട്, ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ആ ഒരു പ്രോസസ്സ് പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ തന്നെ പറയാം. അവിടെ എമിറ്റ് ചെയ്തിട്ടുള്ള റേഡിയേഷൻ ഒരു ഫിലിമിലോട്ട് കാണിക്കും, എക്സ്പോസ് ചെയ്യും. എന്നിട്ട് ഒരു ഡാർക്ക് സ്പോട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ മനസ്സിലാകും. അപ്പൊ ഇതാണ് കേട്ടോ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മളൊരു സാമ്പിൾ എടുത്തു. ഇതാണ് യെല്ലോ കളർ ആണ് കേട്ടോ ആ ഒരു സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ DNA പ്രോട്ടീനോ എന്താന്ന് വെച്ചാൽ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ എടുത്തതിന് ശേഷം അതിനെ നമ്മളൊരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ്, ഇതാണ് പോർഷൻ, ഈ ഒരു റെഡ് കളർ ആണ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് വെച്ചിട്ട് ലാബിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇപ്പൊ P32 വെച്ചിട്ടാണ് ലാബിൽ ചെയ്തതെന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, ഈ ഒരു അപ്പാരറ്റസിൽ ഈ ഒരു സാമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇമൽഷൻ ഫിലിം ഉണ്ട്. ആ ഒരു ഇമൽഷൻ ഫിലിമിനകത്ത് നമ്മൾ എന്തിങ്ങനെ അല്ലെങ്കിൽ ഡിപ്പ് ചെയ്ത് വെക്കും. ഒന്നുകിൽ ആ ഒരു സാമ്പിൾ ഹോൾ ആയിട്ട് AgCl ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു AgCl ഫിൽഡ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ചേമ്പറിലോട്ട് എന്താ ഡിപ്പ് ചെയ്ത് വെക്കുക. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു ഇമൽഷൻ ഫിലിം ആണ് AgCl എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് AgCl എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ്, ഇതാണ് നമ്മുടെ സാമ്പിൾ. എന്നിട്ട് നമ്മൾ കുറേ സമയം ഒരു ഡാർക്കില് ഒരു എന്താ ഒരു അടച്ചിട്ട മുറിയിൽ ഇങ്ങനെ വെക്കുക. അപ്പൊ അടച്ചിട്ട മുറിയിലോട്ട് വെക്കുമ്പോൾ അവിടെ റിയാക്ഷൻ നടക്കുമല്ലോ. റിയാക്ഷൻ നടക്കുന്നത് ഇത്രയേ ഉള്ളൂ, AgCl അവ അയണൈസേഷൻ നടക്കും. എന്നിട്ട് Ag+ഉം Cl- ഉം ആകും. എന്നിട്ട് ആ ഒരു Ag+ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്തിട്ട് Ag ആകും. കാരണം ഇവിടെ Ag+ റെഡ്യൂസ് ചെയ്തിട്ട് Ag മെറ്റൽസ് ആകും. അപ്പൊ ആ ഒരു Ag മെറ്റൽസ് എന്ത് ചെയ്യും, അതിനുശേഷം ഈ ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പിന്റെ അടുത്ത് പോയിട്ട് അവിടെ ബൈൻഡ് ചെയ്ത് നിൽക്കും. ഓക്കെ, Ag മെറ്റൽ ആയിട്ടുള്ളതൊക്കെ ഈ ഒരു പോർഷനിൽ ബൈൻഡ് ചെയ്ത് നിൽക്കും. അപ്പം അവിടെ എന്ത് ചെയ്യും, ഒരു ഫിലിം ഡെവലപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് റേഡിയേഷൻ ഹിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് Ag ബൈൻഡ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു പോർഷൻ മാത്രം ഡാർക്ക് കളറിൽ അപ്പിയർ ചെയ്യും. ഡാർക്ക് കളറിൽ അപ്പിയർ ചെയ്തതിന് ശേഷം ബാക്കി, അതായത് AgCl ബാക്കിയുള്ള അല്ലെങ്കിൽ Ag+ ആയിട്ട് തന്നെ നിൽക്കുന്ന പോർഷൻസ് ഒക്കെ വാഷ് ഔട്ട് ചെയ്ത് കളയും. അപ്പൊ നമുക്ക് ആ ഒരു ഡാർക്ക് ബാൻഡ് മാത്രം എന്താ സെപ്പറേറ്റ് ചെയ്തിട്ട് കിട്ടും. അവയെ നമ്മൾ ഈ ഒരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വിഷ്വലൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഓട്ടോ റേഡിയോഗ്രഫിയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഓട്ടോ റേഡിയോഗ്രഫി പല ടൈപ്പ് ഉണ്ട്, അതും കൂടി പറഞ്ഞിട്ട് ഈ ഒരു ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഒന്നാമത്തത് ഡയറക്റ്റ് ഓട്ടോ റേഡിയോഗ്രഫി ആണ്. ഡയറക്റ്റ് ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുമ്പോൾ സാമ്പിൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു AgCl അല്ലെങ്കിൽ AgBr ഒരു ഫോട്ടോഗ്രാഫിക് ഇമൽഷൻ ഫിലിമിൽ ഡിപ്പ് ചെയ്യണം. കോമൺലി യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് ആണ്. ഇനി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് അതിനൊരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്ക്രീന്, ഒരു ഇന്റൻസിഫൈങ് സ്ക്രീന് സാമ്പിളിന്റെയും ആ ഒരു ഇമൽഷൻ ഫിലിമിന്റെയും ഇടയിൽ വെക്കും. സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് ഓരോ അയണൈസിങ് റേഡിയേഷനെ കുറിച്ചും വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ദെൻ മൈക്രോ ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുന്നത് ഇമൽഷൻ കോട്ടഡ് ഡയറക്ട്ലി ഓൺ ടിഷ്യൂസിലോ സെല്ലിലോ മൈക്രോസ്കോപ്പിക്കല് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൽ ഇമൽഷൻ കോട്ടിങ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ സെല്ലുലാർ അല്ലെങ്കിൽ സബ് സെല്ലുലാർ ആയിട്ടുള്ള ലോക്കലൈസേഷൻ ആണ് നടക്കുക. ദെൻ ഹോൾ ബോഡി ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുന്നത് എൻറ്റയർ ആനിമൽസിന്റെ തിൻ സെക്ഷൻ എടുത്തിട്ട് ആ ഒരു സെക്ഷൻ ഫുൾ ആയിട്ട് എന്ത് ചെയ്യുക, ഇമൽഷൻ കൊടുക്കുക. അപ്പൊ ഇവിടെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ബോഡിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ലാസ്റ്റ് ആണ് ഫ്ലൂറോഗ്രഫി എന്ന് പറയുന്നത്. അതായത് ഫ്ലൂറസെന്റ് കെമിക്കൽസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ബീറ്റ റേഡിയേഷൻ സിഗ്നൽസ് ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ വീക്ക് ആയിട്ടുള്ള ബീറ്റ റേഡിയേഷൻ സിഗ്നൽസിനെ എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ്സിനേക്കാളും കൂടുതൽ സെൻസിറ്റീവ് ആണ് ഫ്ലൂറോഗ്രഫി. ഇൻഡയറക്റ്റും സെൻസിറ്റീവ് ആണ്, പക്ഷെ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് ഓട്ടോ റേഡിയോഗ്രഫി ആണ്. അപ്പൊ ഇത്രയാണ് ഉള്ളത്. അത് കുറച്ചും എന്താ കെമിസ്ട്രി ഒക്കെ യൂസ് ചെയ്ത് ഫിസിക്സ് ഒക്കെ യൂസ് ചെയ്ത് പറയേണ്ട ടോപ്പിക് ആണ്. എന്നാലും എൻ്റെ ആ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ
പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള റിമൈനിങ് പോർഷൻ കൂടി എടുക്കാൻ ഒരു മോട്ടിവേഷൻ ആയിരിക്കും. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. താങ്ക് യു.